ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സീറ്റിൻ്റെ എണ്ണത്തിൽ വലിയ രീതിയിൽ കുറവുണ്ടാകുമെന്ന് എല്ലാ സർവേകളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും എന്തിനേറെ പ്രവർത്തകന്മാർ പോലും പറഞ്ഞു തുടങ്ങി. അതുമാത്രമല്ല, എല്ലായ്പ്പോഴും നരേന്ദ്രമോദിക്കും സംഘപരിവാറിനും പിന്തുണ നൽകാറുള്ള ഒരു പ്രമുഖ മലയാള യൂട്യൂബ് ചാനൽ പോലും ബി.ജെ.പിയുടെ പതനം പ്രവചിച്ചു കഴിഞ്ഞു. ബി.ജെ.പിയുടെ പതനത്തെക്കുറിച്ച് പറയുന്നവരെല്ലാം എത്തി നിൽക്കുന്നത് 200 മുതൽ 225 സീറ്റ് വരെ ലഭിക്കുമെന്നുള്ളതാണ്. ചിലർ മാത്രം അത് 250 സീറ്റുകൾ വരെ പോകുന്നുണ്ട്. ഭരണം ലഭിക്കണമെങ്കിൽ 272 സീറ്റ് കിട്ടണം എന്നുള്ളത് വേറെ കാര്യം. എന്നാൽ വ്യക്തമായ കണക്കെടുത്തതിന് ശേഷം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ചില പ്രവചനങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സീറ്റ് എണ്ണം 220 കടക്കാൻ പോകുന്നില്ല എന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞതിനാലാണ് ഇത്തവണ 400 സീറ്റ് എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് മോദി പിന്നോക്കം പോയതെന്നും രേവന്ത് റെഡ്ഡി പറയുന്നു. തുടക്കത്തിൽ 370 സീറ്റെന്നും 400 തികയ്ക്കുമെന്നുമൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന നരേന്ദ്രമോദി 400 സീറ്റ് കിട്ടുമെന്ന് പ്രവർത്തകരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്ന് 3 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഭരണം പോകുമെന്ന് ഏറ്റവും അധികം തിരിച്ചറിഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. കാരണം മോദിയുടെ കള്ളത്തരങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിലൊന്നാണ് ബി.ജെ.പി അധികാരത്തിൽ വന്നാൽ സംവരണ നയം തന്നെ റദ്ദാക്കുമെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. സംവരണമില്ലാത്ത രാജ്യം എന്നതാണ് RSSന്റെ അജണ്ട. അത് നടപ്പാക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ബി.ജെ.പിയാണ് ഈ രാജ്യം ഭരിക്കുന്നതെങ്കിലും RSSന്റെ അജണ്ടയാണ് നടപ്പിലാക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം. അതുപ്രകാരമാണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, മുത്തലാഖ് നിരോധനം, CAA, ഏക സിവിൽ കോഡ് ഇതെല്ലാം കൊണ്ടുവന്നത് അങ്ങനെയാണ്. ഇതെല്ലാം RSS അജണ്ടയായിരുന്നു. അതായത് 400 സീറ്റ് കിട്ടുന്ന ഏതൊരു പാർട്ടിയും മുന്നണിയും 3ൽ 2 ഭൂരിപക്ഷത്തിൽ രാജ്യം ഭരിക്കുമ്പോൾ അവർക്ക് ഭരണഘടന തന്നെ മാറ്റിയെഴുതാൻ കഴിയും എന്നുള്ളതാണ്. എന്നാൽ അതിലേക്കുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി ഉള്ളത്. പക്ഷേ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഭരണഘടന തിരുത്തുകയും സംവരണം എടുത്തുകളയുകയും ചെയ്യുമെന്ന് മനസ്സിലായതോടെ ബി.ജെ.പിയുടെ അടി തെറ്റിക്കഴിഞ്ഞു. അതിനുശേഷം ഈ രാജ്യത്തിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കിയാണ് രേവന്ത് റെഡ്ഡിയുടെ സർവേ പുറത്തു വന്നത്. അതുപ്രകാരമാണ് ബി.ജെ.പി 220 സീറ്റ് കടക്കില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞത്. ബി.ജെ.പിയുടെ നില പരുങ്ങലിലാണ് എന്ന് അവരുടെ നേതാക്കൾ തന്നെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ വർഗീയ വിഷം ചീറ്റാൻ തുടങ്ങിയത്. അതിൻ്റെ ഭാഗമാണ് അമിത്ഷായുടെ വ്യാജ വീഡിയോ വിവാദത്തിൽ തന്നെ പ്രതിയാക്കിയതെന്നും കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ താളം തെറ്റിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു. ബി.ജെ.പി വൃത്തികെട്ട രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ തന്നെ ദുരുപയോഗം ചെയ്യുകയാണ് ബി.ജെ.പി എന്നും രേവന്ത് റെഡ്ഡി ഉറപ്പിക്കുമ്പോൾ ബി.ജെ.പി അവരുടെ ദിവസങ്ങൾ എണ്ണുകയാണെന്നും രേവന്ത് റെഡ്ഡി കൂട്ടിച്ചേർക്കുകയാണ്.